അലൻ, വെൽക്ം ടു ദി ഷോ. ഹായ്. അപ്പൊ അന്ന് 4 വയസ്സുള്ള ഒരു അലൻ പാടിയത് കൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായതല്ലേ? അറിയാൻ പാടില്ലാത്ത പാട്ട് സ്വന്തമായിട്ട് ആ സമയത്ത് സ്പോട്ടില് ലിറിക്സ് ഇട്ട് പാടൂലേ? എന്റെ പുതിയ ഷോർട്ട് ഫിലിംസിലൊക്കെ ടൈറ്റിൽ കാർഡില് ജനപ്രിയ നായകർന്ന് ഞാൻ എഴുതി വെച്ചത്. അതിന് ഞാൻ മീശ പോലും മുടക്കാത്തൊരു ചെക്കൻ. അപ്പോൾ ഇപ്പോൾ ഇതിൽ വലിയ വിഷയത്തും ഇല്ല, എന്നാലും ഉള്ളത്. എനിക്ക് പോലീസ് ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്, പിന്നെ അത് നടന്നില്ല. ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ചട്ടവരെ പൊട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ ദൈവം ചതിക്കും എന്നൊരു സംഭവമുണ്ട്. എന്നോട് ഈ ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ എന്നെ ഇത്രയും ഹേർട്ട് ചെയ്ത ഈ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഹേർട്ടാണ്? അത് ആരാണ്? സോഫിയ ടീച്ചറിൽ വെച്ചിരുന്ന ടൈറ്റിൽ കാർഡിൽ സൂപ്പർ സ്റ്റാർ AJP. ശരിക്കും ഈ ഒരു ലൈഫ് അലൻ ആഗ്രഹിച്ചതാണോ? ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ലെന്നാ പറയുന്നത്. എന്നാലും വിഷമം വന്നിട്ടുണ്ട്. പിന്നെ പയമ്മക്കാർ പറയുന്ന പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തുന്ന ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി, പാട്ടൊരുക്ക്. ഹലോ എവരിവൺ, ക്രിയേറ്റർ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, നമ്മളൊക്കെ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഈ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചിരിച്ചു പോകാറുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അല്ലേ? അതെ, നമ്മുടെ കൂടെ എന്നുള്ളത് അലൻ ജോസ് പെരേര. അലൻ, വെൽക്കം ടു ദി ഷോ. ഹായ്. അലൻ, എനിക്ക് ഇന്ന് അറിയേണ്ടത് ആർക്കും അറിയാത്തൊരു അലനെയാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, ശരിക്കും ഈ ഒരു ലൈഫ് അലൻ ആഗ്രഹിച്ചതാണോ? ഒട്ടുമല്ല. അല്ല. എങ്ങനൊരു ലൈഫായിരുന്നു അലൻ്റെ ഒരു ആഗ്രഹം? നമ്മൾ സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിയത്, പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ചെറിയ ചെറിയ ഫ്രെയിമിലൊക്കെ വരുമായിരുന്നു, മുഖം കാണിക്കുന്ന വേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ റിവ്യൂ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ അത് കുറച്ചുകൂടി അത് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. പിന്നെ വേറെ പുതിയ പുതിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ. അപ്പോൾ റിവ്യൂസിന് മുന്നേ സീരിയലിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ അലനെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാം, 1,00,000 പേർക്ക് അറിയാമെന്ന് തോന്നുന്നത്. അതെങ്ങനെ അത് കൗണ്ട് ചെയ്തു? 1,00,000 പേർക്ക് തന്നെ മുന്നേ അറിയാമെന്ന്. നമ്മളൊക്കെ കണ്ടത് റിവ്യൂലായിരുന്നു വൈറലായത്. ഒരു റിവ്യൂ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് റിവ്യൂ ചെയ്തായിരുന്നല്ലോ, അതിലായിരുന്നു അലൻ ഫസ്റ്റ് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത്. അപ്പം അതിന് മുന്നേ അലൻ സീരിയലുകൾ അഭിനയിച്ചിരുന്നു. സീരിയലുകളിലില്ല, ഒരു സീരിയലിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. റാണി രാജ എന്നാണ് പേര് സീരിയലിൻ്റെ. അതിൽ അർച്ചന കവിക്കൊപ്പമുള്ളൊരു സീനായിരുന്നു. അത് രണ്ടാമതൊന്നും കൂടിയൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ അത് ആൾക്കാരത് കണ്ടിരുന്നു. അത് ഞാൻ പറഞ്ഞ 1,00,000 പേര് ട്രോളിലൂടെയൊക്കെ അത് കണ്ടു. ഞാൻ ചോദിച്ചത് ശരിക്കും അലൻ്റെ ഡ്രീം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഒരു ലൈഫ് അല്ല എന്ന് അലൻ പറഞ്ഞല്ലോ. അപ്പം എങ്ങനെ ആവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് പണ്ടേ ഒരു സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നാണ് ആഗ്രഹം. ഒരു നടൻ എന്നാലും മാത്രമല്ല, അതിനകത്തോളം എന്തെങ്കിലും എന്താ പറയുക, ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഈ നായകനാകണമെന്ന സ്വപ്നമൊന്നും എനിക്കുണ്ടായിരുന്നിട്ടില്ല. പിന്നെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ട്. പക്ഷേ നമ്മളത് എല്ലാ സിനിമാ സെറ്റിൽ പോയിട്ട് എന്നെ നായകനാക്കി ഉടൻ ചെയ്യണമെന്ന് ഞാനും പറയാറില്ല. പക്ഷെ ചില എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, നായകനാകണം. അതൊക്കെ അത് ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ സിനിമയെന്ന് പറയുന്ന ഒരു രംഗത്ത് നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഡയലോഗ് ചെയ്യുന്നവരാണെങ്കിലും നല്ല നല്ല ക്യാരക്ടർ ചെയ്തിട്ട് പതുക്കെ ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിളായിട്ട് വിനയ് ഫോർട്ടിൻ തന്നെ എടുക്കാം. വിനയ് ഫോർട്ടിനൊക്കെ ഒരുപാട് പടങ്ങളിൽ സപ്പോർട്ട് ക്യാരക്ടറായിട്ട് വന്നു, പിന്നീട് സിനിമകളിൽ നായകനായിട്ട് വന്നു. അതൊക്കെ ഒരു എക്സാമ്പിൾ അല്ലേ? പതുക്കെ ഒരാൾക്ക്. മൂവി വരുന്നത് എങ്ങനെയാണ്? മൂവിയിൽ അവരിങ്ങോട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെന്റ്സ് ഒക്കെ അവർ ചെയ്യാറുണ്ടോ? ഞാൻ അപ്പോൾ 3 മൂവികളിൽ ഞാൻ വർക്ക് ചെയ്തു, ഡയലോഗ്സ് ചെയ്തിട്ട്. അതിൽ ഒരു മൂവി റിലീസായി 2024 റിലീസ് ചെയ്തത്, ബാഡ് ബോയ്സ് എന്ന പേര്. ഇത്രയും വൈറലാവും എന്ന് വിചാരിച്ചിരുന്നോ? ഇത്രയും വൈറലാവും, ഇത്ര എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാവും എന്ന് വിചാരിച്ചിരുന്നോ? അറിയുന്നതാവും എന്ന് വിചാരിച്ചില്ല. എന്നാലും അറിയുന്ന രീതികൾ കുറച്ച് ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എനിക്ക് പേഴ്സണലി ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇത് ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങൾക്കോ ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം ഫോട്ടോ എടുക്കാൻ വരിക, മിണ്ടാൻ വരിക, ചില കാര്യങ്ങളിൽ
സംസാരിക്കാൻ വരിക, അതൊക്കെ എന്നെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ മനുഷ്യരാണല്ലോ. അപ്പോൾ ഓരോ വികാരം വരുമല്ലോ മൊത്തം. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചൂടായൊക്കെ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ നമ്മളെ ദേഹോദ്രവിപ്പിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. അവർ ഇഷ്ടമുള്ള രീതിയിലായിരിക്കുമല്ലോ വരുന്നത്, ഇഷ്ടമല്ലാതെ എന്തെങ്കിലും. അല്ലാതെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കാറിൽ ഫുള്ള് എന്താ പറയുക ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡോറിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്തിനാണ് എടുക്കുന്നത്, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഒരു ചെറിയ രീതിയിൽ ചോദിച്ചല്ല, അത് മോശം ഒന്നും പറഞ്ഞില്ല. അപ്പം അത് ആ ഫാമിലി ഫുള്ള് നമ്മളെ ഉപദ്രവിക്കുക ചെയ്തു. അത് ചോദിച്ചതിന് ദേഹോദരം അതില് ഞാൻ തിരിച്ചെന്തേലും കൊടുക്കാൻ ചില ആൾക്കാർ ചോദിക്കുമല്ലോ, ആണുങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഉപദ്രവിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റുന്നത് അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു ആ ഉപദ്രവിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഞാനൊരു സ്ത്രീയെ തല്ലിയില്ലെങ്കിലും തല്ലി എന്ന് പറഞ്ഞത് വാർത്തയാക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് വേണ്ടല്ലോ ചില കാര്യങ്ങളിൽ. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് പബ്ലിക്കിൽ നിൽക്കുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് പബ്ലിക്കിൽ നിൽക്കുന്നത്. അത് തന്നെ. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ചില കാര്യങ്ങളിൽ അടി കൂടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയുക രീതി എന്നേ പറയാൻ പറ്റും. ഭയങ്കര വലിയ മറ്റിപ്പോൾ സിനിമകളിലൊക്കെ ഭയങ്കര ഒരു വലിയ ഫൈറ്റ് കാണാറില്ല. അപ്പം അതേപോലെയൊക്കെ ഫൈറ്റ് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. സ്കൂൾ ടൈമിലാണ് അതൊക്കെ ഒരു കളി തലഭാഷയായിട്ട് ഇപ്പം എടുക്കുന്നുള്ളൂ. അലന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? രാവിലെ അലൻ എണീറ്റിട്ട് എന്തൊക്കെയാ ചെയ്യുക ഡെയിലി? രാവിലെ ഒരു 8 മണിക്ക് എണീക്കും, പല്ലേക്കും. പിന്നെ ചില സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് വീട്ടിൽ തന്നെ. നമ്മൾ ജിമ്മിൽ പോകാത്തതിൻ്റെ മെയിൻ റീസൺ ഈ പബ്ലിക്കിൽ ഫെയിമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓവറായിട്ട് ഫോട്ടോ എടുക്കാനും എന്തെങ്കിലുമൊക്കെ ചിരിക്കാനൊക്കെ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ. വല്ലാണ്ട് ഈ വയറ് കുറക്കാനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് നമുക്ക് പേഴ്സണലി എപ്പോഴാണ് നമുക്കതൊരു താല്പര്യപ്പെടുന്നത് ഒറ്റയ്ക്ക് ട്രെയിനറിനെ വെച്ചൊരു പരിപാടിയെ സെറ്റ് ചെയ്യുള്ളൂ. ഇപ്പം അലൻ പറഞ്ഞത് നോർമലി എല്ലാവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു ഫെയിം ആയതിനു ശേഷം ഷൂട്ടിംഗ് കാര്യങ്ങള്, കൊളാബറേഷൻ കാര്യങ്ങള്, ഇതേപോലെ ഇന്റർവ്യൂസ് കാര്യങ്ങള്, അതൊക്കെ എങ്ങനെയാണ്? ഡെയിലി എനിക്ക് വരാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയണത് നല്ലതല്ല. അപ്പോൾ എനിക്ക് 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഓരോ പ്രോഗ്രാംസ് വരുന്നത്. പിന്നെ മറ്റുള്ള സെലിബ്രിറ്റീസിനെ പോലെ എനിക്ക് ഡെയിലി പ്രോഗ്രാം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓൺലൈൻ കണ്ടന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സെലിബ്രിറ്റി മെയിൻ നടന്മാർ വരുന്ന ഫംഗ്ഷനുകൾ കവർ ചെയ്യാൻ പോകാറുണ്ട് ചാനലിൽ, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തികൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സമയം പോകാൻ വേണ്ടിയും നമ്മൾ ആക്റ്റീവ് ആകാണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പം അതിനുവേണ്ടി കൂടി നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏത് പരിപാടിയും കണ്ടന്റായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ മീഡിയക്കാർ അത് ഷൂട്ട് ചെയ്യുന്നു. നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ പെർമിഷൻ ചോദിക്കാറുണ്ട്, ചിലയിടത്ത് പെർമിഷൻ പോലും ചോദിക്കാറുണ്ട്, തന്നെ ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതെ. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അലൻ എപ്പോഴും ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആൾക്കാരിങ്ങനെ കളിയാക്കുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ആരും കാണാതെ ആണെങ്കിലും കരഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നോട് എന്നുള്ള രീതിയിൽ ചില സമയങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, പെൺകുട്ടികളുടെ റിയാക്ഷൻ കാണുമ്പോൾ കരച്ചു വരാറുണ്ട്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ട് അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും. എന്നാലും ഞാൻ പറയാം, ഇപ്പോൾ കൂടെ പഠിക്കുന്ന സമയത്ത് ഒറ്റ ആൺ സുഹൃത്തുക്കൾ പോലും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേരും പെൺസുഹൃത്തുക്കളെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് സംസാരിക്കാനോ നമുക്കൊന്ന് മൈൻഡ് എന്താ പറയുക ഉപദേശം സുഹൃത്തുക്കളെ തരുന്നത്. അപ്പോൾ ഈ ഫെയിം ആയിരുന്ന സാഹചര്യത്തിൽ ആ ഒരു സുഹൃത്ത് ബന്ധം കുറച്ച് കുറഞ്ഞു. അത് തീർത്തും തെറ്റാന്ന് ഞാൻ പറയാനുള്ളൂ. എന്നാലും കുറേയൊക്കെ ഫ്രണ്ട്സുകൾ പോയി. പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ ഈ ഫെയിമിലേക്ക് വരണ്ടില്ല എന്നൊന്നും തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ തോന്നിയത്? ഫ്രണ്ട്സ് പോയതുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്തു? കാണുന്ന ഫ്രണ്ട്സ് അല്ല, എന്നാലും പോലും പള്ളിയിലെ വെച്ച് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ പണ്ട് മുതൽ വർത്താനമൊക്കെ പറയാൻ വരുമായിരുന്നു. അതൊക്കെ ഒരുപാട് കുറഞ്ഞു. ഇല്ലെന്നല്ല പറയുന്നത്. എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും? നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചിലർക്കുള്ള ഓരോ മറ്റേ മനസ്സിലുള്ള ഇതല്ലേ,
ടോൺ മാറുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു അലനുണ്ട്, റിയൽ ലൈഫിൽ ഒരു അലനുണ്ട്. ശരിക്കും അലൻ എന്നൊരു വ്യക്തിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു ആളെന്ന് പറയുകയാണെങ്കിൽ അത് ആരായിരിക്കും? അത് ഫ്രണ്ട്സായിട്ട് ആരും ഉണ്ടാകുന്ന തോന്നുന്നില്ല. പറഞ്ഞ് ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ വെച്ച് പോലും അധികം വർക്കുകളിലൊന്നും വന്നില്ല. എന്നാലും വ്യക്തികളിൽ പുള്ളിക്കാർത്തി ആണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. പക്ഷേ അച്ഛനും അമ്മയായിരിക്കാം കുറച്ചുകൂടെയൊക്കെ. പിന്നെ അനിയത്തി ആൻമരിയ. അനിയത്തി എന്താ ചെയ്യുന്നത്? ബിടെക് പഠിക്കണേ. ബിടെക് പഠിക്കാനല്ലേ? അനിയത്തി എന്താ പറയുക ഒരു ഫെയിമിനെ പറ്റി? അനിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് 1 രൂപ മേടിച്ചാൽ അത് സപ്പോർട്ടല്ലേ. പൈസ മേടിക്കുന്നത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ ഒരാളുടെ നിന്ന് ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കിയാലും പൈസ വാങ്ങില്ലല്ലോ ഒരാളുടെ നിന്ന്. മനസ്സിലായോ? പൈസ ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഫീൽഡ് തമാശയും കോമഡിയും കാര്യങ്ങളൊക്കെയുള്ള അറിയാമല്ലോ. ആ ഒരു വാക്യം ഉപയോഗിക്കുന്നില്ല, മോശമാക്കുന്നുണ്ട്. അപ്പോൾ ശരി, റിയൽ ലൈഫിൽ ഒരിക്കലും ആ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ റീലിൽ ചെയ്യുന്ന ഒരു കോമഡി പഠിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ആരെ ഈ സ്ക്രിപ്റ്റ്? ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഗ്യാങ് ഇല്ല ചേച്ചി, അത് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോൾ വന്ന് പോകുന്നതാണ്. അല്ലാണ്ട് ഞാനാരും ഒരാളുടെയും കൂടെയല്ല, ഒരാളുടെയും കീഴിൽ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ കൂടെ കുറച്ച് മീഡിയ പേഴ്സണായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നമ്മൾക്ക് അവരുടെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ടോക്കൺ ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രൊമോഷനും കാര്യങ്ങളും ചില വിഷസ് കാര്യങ്ങളൊക്കെ അവർ മുഖേന സെറ്റാക്കി തരാറുണ്ട്. അപ്പം അങ്ങനെ പേയ്മെൻറ്റ് വരാറുണ്ട്. ഒരു ദിവസം മിനിമം ഒരു 4K എങ്കിലും അവർ പോയി സെറ്റ് ആകാറുണ്ട്. പിന്നെ എൻ്റെ ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇതിൻ്റെ രീതിയിൽ വർക്ക് വരാറുണ്ട്. മന്ത്ലി ഒരു 42K ഓളം ഏണിങ്സ് വരാന്ന് പോകാറുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ BTS വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് ഈ അച്ഛനായിട്ട്, പള്ളിയിലച്ഛനായിട്ട്, പോലീസായിട്ട് അങ്ങനെയൊക്കെ ഓരോരോ റോൾ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റുകൾ ആരാ ചെയ്യുന്നത്? ഇതാരാ എഡിറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ? പോലീസ് ഓഫീസറിൻ്റെ സംഭവങ്ങളൊക്കെ ആശിഷ്, പിന്നെ ആദർശ്, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഐഡിയകൾ നമ്മൾ ചില സാധനങ്ങൾ പറയും, അവരത് കണ്ടന്റ് സ്ക്രിപ്റ്റില്ല. ഇത് നമ്മൾ സ്പോട്ടിൽ ഡയലോഗ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ എഴുതി വെച്ചുള്ള പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ ഇൻസ്റ്റഗ്രാം ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് അടിക്കുന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ? കറൻ്റ്ലി ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ഇല്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ മാത്രം, നമുക്ക് ഇൻസ്റ്റഗ്രാം കാണാൻ വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് 2 ഒക്കെ ഉണ്ട്. ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ അക്കൗണ്ടിൽ എത്ര ഇതുണ്ടായിരുന്നു, ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? 75K ഫോളോവേഴ്സ് ഉണ്ടാകുന്ന. അതിനകത്ത് പ്രൊമോഷൻ വർക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് പറയുക, പ്രശ്നങ്ങളും അതിൻ്റെ വിഷമങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഇപ്പോൾ ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്നാലും വിഷമം വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പെണ്ണുങ്ങളൊക്കെ പോലെ, പെണ്ണുങ്ങൾ കരയുന്നല്ലേ പറയണില്ല, എന്നാലും ചില പഴമക്കാർ പറയുന്ന പെണ്ണുങ്ങളെപ്പോലെ കരഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറാണ്. ആരെങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ആണുങ്ങൾ കരയാൻ പാടില്ല ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ അലൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ അവിടെ ആണുങ്ങൾ കരയാൻ പാടില്ല? അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു. അമ്മൂമ്മ ആഗ്നസ് പെരേര മരിച്ചു. ഓക്കെ. കരയുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഏതൊരു പോയിന്റിലാണ് എൻ്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അങ്ങനെ തോന്നിയത് എപ്പോഴാണ്? ചില കാര്യങ്ങളിൽ നമ്മൾ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തപ്പോൾ അലൻ ജോസ് പെരേര ഒറിജിനൽ എന്ന് അടിക്കുമ്പോഴത്തേക്കും ഒരു നോർമൽ പേജാണ് കാണുന്നത്. അത്ര റീച്ചൊന്നും അതിൽ കാണുന്നില്ല, ഫോളോവേഴ്സ് ഒന്നും കാണുന്നില്ല. ശരിക്കും ഇതായിരുന്നു റിയൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ട് വെച്ച് പോയതാണ്. അത് വിഷമമുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. അത് എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എൻ്റെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. പക്ഷേ ഒരാളുടെ ഇൻസ്റ്റാഗ്രാം എത്ര പേരുടെ, ഇപ്പോൾ നമ്മളെക്കാളും കോമിക്സും ചെയ്യുന്ന ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല. പറയാം, എനിക്ക് എൻ്റെ ബോഡി വെച്ചിട്ട് എനിക്ക് തലകുത്തി പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക
ബോഡി കാണിച്ച് ഫാഷൻ പരേഡ് ഞാൻ ചെയ്യാറില്ല. മനസ്സിലായി? ഷട്ടൂരിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. ചില ആൾക്കാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരാൾക്ക് വ്യക്തിഗത ഞാൻ ചെയ്യുന്നില്ല. ഷട്ടൂരിട്ട് ഒരേ ആൾക്കാർ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലും അത് ഹോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്ഷുവലായിട്ടുള്ള പല കണ്ടന്റും ചെയ്യുന്ന ആൾക്കാരുടെ പോലും പേജുകൾ പോകുന്നില്ല. നമ്മുടെ മാത്രമാണ് സ്ട്രൈക്ക് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള വിഷമമായിട്ടുള്ള. എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അക്കൗണ്ടിന്? 75,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആദ്യത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2,500 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. എന്നോട് ഈ ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ എന്നെ ഇത്രയും ഹേർട്ട് ചെയ്ത ഈ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഹേർട്ടാണ്? അത് ആരാണ്? പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വ്യക്തി ഒരു എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഡീഗ്രേഡ് ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിൽ എക്സ്ട്രാ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. കാരണം നമ്മളെ എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടും ചില ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ പെട്ട് കഴിഞ്ഞ ദിവസം വീഡിയോയൊക്കെ ഉണ്ട്. ആരാന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചട്ടവരെ പൊട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ ദൈവം ചതിക്കും എന്നൊരു സംഭവമുണ്ട്, ചുപ്പായം ചൊല്ലി. അത് ചില സമയത്ത് വർക്കായെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിൽ ഒരാൾക്കിട്ട് തല്ല് കിട്ടിയതിൽ എനിക്ക് സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മളെ മേത്തേക്ക് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്നെപ്പറ്റി ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ എന്തുകൊണ്ട് ആൾക്കാർ എഴുതാം. പക്ഷെ നേരിട്ട് വന്നിട്ട് ഒരു അറ്റാക്കിന് മുതിർന്ന ആൾക്കാരോട് നമ്മളത് പൊറുക്കത്തില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അലൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. കുറച്ച് അറിയില്ല അത് എങ്ങനെയാണ്. എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര എല്ലായിടത്തും മിങ്കിളാവുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ റിയൽ ആയിട്ട് വന്നപ്പോൾ അലൻ ഭയങ്കര പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഒന്നും മിണ്ടുന്നില്ല, നമ്മൾ ചോദിക്കുന്നതിന് മാത്രം റിപ്ലൈ പറയുന്നു. ശരിക്കും അലൻ എക്സ്ട്രോവേർട്ടാണോ ഇൻട്രോവേർട്ടാണോ? അതിനെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നവരോട് നമ്മൾ ഫ്രീഡമായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അറിയുന്നൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിമ. പുള്ളിക്കാർത്തിയോട് വർക്ക് ചെയ്യുമ്പോൾ മേക്കപ്പ് ആണെങ്കിൽ പോലും റിസോർട്ട് പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ചെറിയ വീഡിയോസിലൊക്കെ കണ്ടുപോയിട്ടുണ്ടാകും. എന്നാലും ഒരു എന്താ പറയുക, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു എന്താ പറയുക, ഗുഡ് വർക്ക് എന്നൊക്കെ പറയില്ലേ, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ. മറ്റുള്ളവരുടെ നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിമയുടെ മേക്കപ്പും റിസോർട്ടും കാര്യങ്ങളുള്ള വർക്കുകൾക്ക് നല്ല രസകരമായിട്ട് പോയിട്ടുണ്ട്. കാരണം ഒരു ആണിൻ്റെ വിജയത്തിന് മുന്നിൽ ഒരു പെണ്ണിൻ്റെ എവിടെയെങ്കിലും ഒരു മാർക്ക് ഉണ്ടാവുമല്ലോ. അതാരാണത്? അതാരാ? ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ആണിന്റെ സക്സസിന്റെ ബാക്കിൽ ഒരു ഗേൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാരാ പറഞ്ഞത്? മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ. അവരുടെ ഒരു എന്താ പറയാ ഉപദേശം ഇടക്ക് കേൾക്കാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണത്തിൽ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാനത് മാറ്റം വന്നിട്ടുണ്ട്. കാരണം നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ അങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ പറയാറുണ്ട് എന്നോട്. അപ്പൊ ആളാണ് ഇപ്പോഴും കംഫർട്ടായിട്ടൊരു പേഴ്സൺ. കംഫർട്ടാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നീ അങ്ങനെ ചെയ്യണം എടാ പോടാ എന്നൊക്കെ പറയാനായിട്ട് ലൈഫിലിപ്പോൾ അത് എന്താ പറയുക, ചില ആൾക്കാർ ഇത് പറയുമ്പോൾ പറയും അവർക്ക് വേറെ ഫ്രണ്ട്സും കാര്യങ്ങളും ബോയ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണല്ലോ. നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു ഗുഡ് ഫ്രണ്ടായിട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കും, എന്തിനാണോ ഇതൊക്കെ പറയണത് ചിന്തിക്കും. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ജോലിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. പെയ്ഡായിട്ട് ഒരു പരിപാടിക്ക് വിളിക്കുക, അതിൻ്റെ ഒരു ഷെയർ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് റിസ്ക്കുള്ള പരിപാടിയാണ്. എന്നാലും നമ്മൾ എൻ്റെ കുക്കിംഗ് വീഡിയോ മുതൽ പുള്ളിക്കാർത്തി ഉണ്ടായിരുന്നു. അതിൻ്റെ റീച്ചോ കാര്യങ്ങളോ അല്ല ഞാൻ നോക്കുന്നത്. പക്ഷെ ആ ഒരു ചെയ്തിട്ടുള്ള ഒരു 6-8 വർക്കുകൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പിൽ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാനൊന്നുമില്ല. എന്നാലും ചെയ്ത വർക്കുകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മേക്കപ്പ് നന്നായിട്ട് വന്നില്ല എന്ന് പറയണ്ട കേട്ടോ. മേക്കപ്പ് അല്ല, മേക്കപ്പ് നല്ല മേക്കപ്പ് അത്യാവശ്യം നല്ല. ഓക്കെ. അതെന്താ അങ്ങനെ ആദ്യമേ ബൗണ്ടറി കീപ്പ് ചെയ്തത്? എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ഒരു ലവിലൊക്കെ പെട്ടതാ. ചില കാര്യങ്ങളിലൊക്കെ ഒരേ പ്രായത്തിൽ ആൾക്കാരൊക്കെ ആയിട്ട് പ്രണയം ഉണ്ടായതാ. അപ്പൊ അതൊക്കെ
ചില കാര്യങ്ങളിലൊക്കെ ബ്രേക്കപ്പ് വന്നപ്പോൾ അത് ചില എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള മൈൻഡ് സെറ്ററായി. പിന്നെ ശരിക്കും വിഷമം തോന്നിയ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി പറയേ കേൾക്കട്ടെ. സ്റ്റോറി ആയിട്ടൊന്നുമില്ല, ഒരെണ്ണമുണ്ടായി. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, സിംഗിളാണ്. എന്നാലും അലൻ്റെ ഒരു ലവ് ലൈഫ് എങ്ങനെയാണെന്നൊന്ന് അറിയാനൊരു ഇതുണ്ട്. ലവ് ഒന്നുമില്ല, കണ്ട് കൈ പിടിച്ച് നടന്നു, അത്രേ ഉള്ളൂ. അതാണ് ഇഷ്ടം, അതാണ് ബ്രേക്കപ്പ് ആയത്. അല്ല, അത് കഴിഞ്ഞു, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്യൂച്ചറിലൊരു ഗേൾ ഫ്രണ്ട് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഗേൾ ഫ്രണ്ട് ആയിരിക്കണം, എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? റിയൽ അല്ല, റിയൽ ലൈഫ്. റീലിൽ കാണുന്ന വ്യക്തി തമാശക്കാരനാണെന്ന് വെച്ചിട്ട് വരരുത്. നമ്മള് പെൺകുട്ടി അലൻ്റെ എക്സ്പെക്ട് ചെയ്യേണ്ടതല്ല, അലന് ഒരു പെൺകുട്ടീനെ ചൂസ് ചെയ്യണമെങ്കിൽ അലൻ എങ്ങനത്തെ പെൺകുട്ടീനെ ആയിരിക്കും ചൂസ് ചെയ്യുക? ഞാൻ അങ്ങനെ ഒരു കുറച്ചുകൂടി സംസാരിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് ടോക്കറ്റീവ് ആയിരിക്കണം അലനെ ഇഷ്ടപ്പെടുന്ന കുട്ടി അല്ലേ? ഭംഗിയിലൊന്നും കാര്യമില്ല. പക്ഷെ മുന്നത്തെ ഇന്റർവ്യൂവിൽ ഭംഗി വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചോണ്ട് പറയില്ല. അബദ്ധം പറ്റാത്ത മനുഷ്യരല്ലല്ലോ. ഇപ്പം അലൻ്റെ ഒരു ഹാബിറ്റ്, ഒരു സ്വഭാവം ചേഞ്ച് ചെയ്യണമെന്ന് അലന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ ഫോട്ടോ എടുക്കുന്ന ഇതായിരിക്കും. നടന്മാരെയൊക്കെ നമ്മൾ നടിമാരെയൊക്കെ ഫോട്ടോ എടുക്കുന്നത് ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടുത്തില്ല. അതൊക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോൾ അത് പെട്ടെന്ന് സാധിക്കില്ല, എന്നാലും അത് മാറ്റമായിരിക്കും. എന്താ പെട്ടെന്ന് സാധിക്കാത്ത? ഈ ആക്ടറിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താ ഫീൽ ചെയ്യുക? പെട്ടെന്ന് പോയി ഫോട്ടോ എടുക്കുന്ന ഫീൽ ചെയ്യും. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നവർക്ക്. എപ്പോഴും നമ്മൾ കാണുന്നില്ലല്ലോ. അച്ഛനമ്മയുടെ കൂടെ ഞാൻ അധികം ഫോട്ടോ എടുക്കാറില്ല, എപ്പോഴും കാണുന്നതല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാരെ അങ്ങോട്ട് വിളിക്കാറുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിനയ് ചേട്ടൻ വിളിച്ചിട്ടുണ്ട് നേരിട്ട്, പിന്നെ ബിബിൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും, ബിബിൻ ജോർജ്, അതിലൊക്കെ ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരാളുടെ കോണ്ടാക്ട്സ് നമ്മളങ്ങനെ ഡെയിലി വിളിക്കാറോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മളൊരു കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് എപ്പോഴും പോയിട്ട് സെൽഫി എടുക്കുന്ന ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതെ, എപ്പോൾ എടുക്കണല്ലോ, നമുക്ക് ഒരുപാട് സെൽഫി, ഫോൺ സ്റ്റോറേജ് ഫുള്ളായിരുന്നു സെൽഫി എടുത്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭിത്തിയിൽ തന്നെ നടന്മാരുടെ മാത്രം ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് വീട്ടിൽ. അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നടിമാരുടെ ഫോട്ടോസ് വെച്ചിട്ടൊരു കൊളാബറേഷൻ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാ ഞാനൊരു വീഡിയോ കണ്ടു, ആസിഫ് അലി കണ്ടിട്ട് വന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ശരിക്കും? ആസിഫിക്കാനെ പണ്ട് ബൈസൈക്കിൾ ടീച്ചർ ലൊക്കേഷനിൽ ഞാൻ ആദ്യം കാണുന്നത്. ആസിഫിക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ മീശ പോലും മുടക്കാത്തൊരു ചെക്കന. അപ്പോൾ ഇപ്പോൾ വലിയ വിഷയമൊന്നും ഇല്ല, എന്നാലും ഉള്ള വിഷയം അതുണ്ടായില്ല. അപ്പോൾ അന്ന് ഞാൻ ആസിഫിക്കാനെ കെട്ടിപ്പിടിച്ചത് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. പക്ഷെ അന്നത്തെ കാണുന്നതും ഇന്ന് കാണുന്ന 2-3 പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ വന്നത് ആ ഒരു വീഡിയോ എന്ന് തോന്നുന്നത്, അത് അത്യാവശ്യം ആൾക്കാർ ഇപ്പം എൻ്റെ എല്ലാ കമൻറ്റ് ബോക്സും അറിയാമല്ല, ഒരുപാട് തെറിവിളികളും പരിഹാസങ്ങളും മോശം ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവ്സ് കാണാൻ കൂടുതൽ മിക്കും അല്ലേ ആണ്. അപ്പോൾ ഈ ഒരു നീലക്കുയില്ല എന്ന് തോന്നുന്നത് വന്നത്. അപ്പോൾ അതിൽ കമൻറ്റ്, ഞാനെല്ലാം കമൻറ്റ് അങ്ങനെ വായിക്കാറില്ല, കാരണം കമൻറ്റ് ഇങ്ങനെ വരുമെന്നുള്ളതുകൊണ്ട് കമൻറ്റ് സെക്ഷനിലേക്ക് ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു ഇതിൽ ഞാൻ നീലക്കുയിലിൻ്റെ അതിൽ ആസിഫിക്കാൻ്റെ ഇതിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ചെറിയ വാക്കുകളൊക്കെ മോശമുണ്ട്, എന്നാലും മിക്കതും പോസിറ്റീവായിട്ടാണ് വന്നത്. കാരണം ആസിഫിക്കയുടെ ഫാൻസ് ആയിരിക്കും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ഒരു സ്നേഹം കണ്ടോ അങ്ങനെയൊക്കെ. പുള്ളിയുടെ പേരിലും എൻ്റെ പേരിലും ഒരു അലി ഉണ്ടല്ലോ, എൻ്റെ പേര് അലി എന്നാണ്. അപ്പൊ ആ ഒരു അലിൻ എന്നാണ് പേരല്ലേ? അപ്പൊ പുള്ളിയുടെ പേര് ആസിഫ് അലി എന്നാണ്. ഓ, ആസിഫ് അലി, ഇത് അലിൻ ജോസ് പെരേര. ഓക്കെ, സിമിലാരിറ്റി ഒക്കെ കണ്ടുപിടിച്ചു നമ്മൾ. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഒരു അലന് 15 വയസ്സാന്ന് വിചാരിക്കാം. ഓക്കെ, ചെറിയൊരു അലനാണ്, 10th പഠിക്കുന്ന ഒരു അലനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാണ്, എങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു അലൻ? 10th തല്ലിപിടുത്തുള്ള ചട്ടം വരുന്നു. അങ്ങനെ ഇങ്ങോട്ട് കിട്ടും അങ്ങോട്ടും കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ പിന്നെ മറ്റേ ക്യാമറ ഓൺ ആയതുകൊണ്ട് മാത്രം നമ്മളത് തിരിച്ച് അടിക്കുന്ന വില്ലൻ നിസ്സം കാണിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വില്ലനാകാനുള്ള ഒരു
ഉദ്ദേശമില്ല, എന്നാലും പരിധി വിട്ട് കഴിഞ്ഞാൽ വില്ലനാകേണ്ടി വരും. സിനിമയിലല്ല കേട്ടോ, ജീവിതത്തിൽ ആക്കാണ്ടിരുന്നാൽ കൊള്ളാം. വില്ലനായി കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് നോക്കണം. അപ്പൊ ചെറുപ്പത്തിൽ അലന്റെ സ്വഭാവം ഭയങ്കര ഒരു ചട്ടമ്പിയായിരുന്നു. അല്ല, വീട്ടില് ചില കാര്യങ്ങളിൽ വില്ലനാകാറുണ്ട്. വീട്ടിലും സ്കൂളിലും വില്ലൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കും മൊത്തം മറ്റേ ആക്രമണമായിട്ടല്ല കേട്ടോ, വാക്കുകൾ കൊണ്ടുള്ള ദേഷ്യപ്പെടല് കാര്യങ്ങൾ, അതൊരു വില്ലനസ് ഉണ്ടല്ലോ. കാരണം സിനിമകളിൽ മാസ് ഡയലോഗ് പറയുമ്പോൾ അവിടെ കൈഡി വരില്ലേ. അപ്പൊ അതേപോലത്തെ ഒരു സാധനം വീട്ടിൽ ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ പറയാറുണ്ട്. പിന്നെ അത് തെറ്റാണ്, എന്നാലും ചില കാര്യങ്ങളിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ സംഭവിച്ചു. കുഞ്ഞലന് ഉള്ളിൽ വിഷമം അതേപോലെ സന്തോഷമൊക്കെ വരുമ്പോ ആ കുഞ്ഞലൻ ആരുടെ അടുത്തായിരുന്നു ഷെയർ ചെയ്തോണ്ടിരുന്നത്? അങ്ങനെ ഷെയർ ചെയ്തത് ആളുടെ പേര് ഞാൻ പറയാനുള്ള, അത് ശരിയാവില്ല. അല്ല, അങ്ങനെ ഉണ്ട്. അത് പേരൊന്നും പറയുന്നില്ല, പെൺകുട്ടികളോടായിരുന്നു. അന്ന് 10 പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രൈവറ്റിലൊക്കെ പഠിച്ചിരുന്നു, പിന്നെ സർക്കാർ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ നടിമാരോടെയൊക്കെ എക്സാമൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓർക്കാൻ മറക്കാത്ത കാര്യങ്ങളാണ്, ഓർക്കാൻ മറക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അലൻ്റെ ഫേവറേറ്റ് ടീച്ചർ ആരാ? ഒരുപാട് പേരുണ്ട്. ഇതിൽ ഇപ്പോൾ ആരാ പറയാന്ന് വെച്ചാൽ സിമി. ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട്? ആൻസ്ലീന. ഓക്കെ, നല്ല പേരാണല്ലോ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു മൊമെന്റ് ഏതായിരിക്കും? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഓപ്പറായിട്ട് അത് പറയാൻ ശരിയാവില്ല. അടികൊടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിഷമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയും കാര്യങ്ങളൊക്കെയാണ്. അത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്? 10 പഠിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല, 6 പഠിച്ചപ്പോഴോ 4 പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇൻസിഡന്റ്? അത് ബ്ലേഡ് വെച്ചിട്ട് കാലിലെ ഞരമ്പിൽ ചവിട്ടിയത്. ഇവിടെ ആര്? ഒരു പയ്യൻ. അന്ന് പുള്ളിക്കകത്താണ് ടി സി കൊടുത്ത് വിട്ടായിരുന്നു. പക്ഷെ അത് വിഷമമുള്ള പരിപാടി. എന്തിനാ ആളങ്ങനെ ചെയ്തേ? എനിക്ക് പാട്ടിൻ്റെയൊക്കെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, പാട്ട് പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ പിന്നെ ക്ലാസ്സിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ല, ആളുകളൊക്കെ കൂടുതൽ പെൺകുട്ടികളോടായിരിക്കും സൗഹൃദ വർത്തമാനം പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ പരിപാടി ചെയ്തത്. ഓക്കെ, 4 പഠിക്കുന്ന അലൻ പാട്ട് പാടിയതുകൊണ്ടും സുഹൃത്തുക്കളുടെ കൂടെ നടന്നതുകൊണ്ടും ഈ ആൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഉപദ്രവിച്ചു. ബ്ലേഡ് ഷൂവിൻ്റെ അടിയിൽ വെച്ചിട്ട് ചവിട്ടി. അങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായി. അതിൻ്റെ സ്റ്റിച്ച് മാർക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഇങ്ങനത്തെ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടോ? ഇത്രയും 4 പഠിക്കുന്ന കുട്ടീനെ ഇങ്ങനെ ദേഹ ഉപദ്രവം ചെയ്യാന്ന് പറഞ്ഞാൽ? അന്ന് ഞാൻ ഈ ഫെയിമൊന്നും ആയിട്ടില്ലല്ലോ, എന്നിട്ടും ആൾക്കാരത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം അന്ന് 4 വയസ്സുള്ള ഒരു അലൻ പാടിയത് കൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായതല്ലേ? അപ്പം നമുക്ക് ഇന്നൊരു പാട്ട് കേട്ടാലോ? അന്ന് പാടിയ പാട്ടുകളിൽ ഒരെണ്ണം പാടാം, 4 വരി പാട്ടെ. ഓക്കെ. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിന്മാണിക്യ വീണതൻ തന്ത്രിയിലെല്ലാം ഓംകാരനാഥമിരിപ്പു. ഓക്കെ, നമുക്കൊരു സിനിമ പാട്ടുകൂടെ പാടിയല്ലോ? സീരിയൽ പാട്ടോ? സീരിയൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. സീരിയൽ പാട്ട് പാടിയിട്ട് സിനിമ പാട്ട് പാടി. എന്നാ സീരിയൽ പാട്ട് പാടിയിട്ട് സിനിമ പാട്ട് പാടി മതി. മിന്ന മിന്നി പൊന്നല്ലേ കുഞ്ഞോളം പൂവല്ലേ താലിപ്പൂ ചാർത്താൻ മോഹമോ, മിടുക്കി നല്ല ചെല്ല ചേലോത്തേ കണ്ണാ നീ കാണാൻ നേരമോ, ചിരി 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 ചിരി. അത്രേ ഉള്ളൂ? ചിരി 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 അങ്ങനെ തീർന്നു. അതൊരു ടൈറ്റിൽ ട്രാക്ക് ആ സീരിയലിന്റെ. 3 മണി. ഓക്കെ, ഇനി ഒരു സിനിമ നടിനെ കണ്ടിരുന്നു അതിൽ അഭിനയിച്ച് വെച്ചിട്ട്. ഓക്കെ, ഇനി ഒരു സിനിമ പാട്ട്. നമ്മുടെ ചാക്കോച്ചൻ്റെ ഒരു പടത്തിലെ പാട്ട് പാടാം. പടത്തിന്റെ പേര് ഓർക്കണില്ല. മിന്ന മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാൻ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല,
ഒന്നാമത്തെ തോണിയിലേറി രണ്ടാന കിളി വന്നിറങ്ങുന്നു വന്നിടാം ഒരു പൊന്നോല. ഓക്കെ, അടിപൊളി അടിപൊളി. എല്ലാവരും കൈയടിക്കും. നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല ബെറ്റർ ആയിട്ടുണ്ട് ആക്ച്വലി, അല്ലേ? നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത പാട്ട് പാടിയപ്പോ പോരല്ലേ? എന്താ എപ്പോഴും അറിയാൻ പാടാത്ത പാട്ട് പാടിയിട്ട് ഓടി അടിക്കണ്ടല്ലോ. അറിയാൻ പാടില്ലാത്ത പാട്ട് സ്വന്തമായിട്ട് ആ സമയത്ത് സ്പോട്ടില് ലിറിക്സ് ഇട്ട് പാടൂലേ? ഒരു ഇന്റർവ്യൂല് കട്ടുറുമ്പിന് കല്യാണം പാടി കുറച്ച് വൈറലാക്കി ഇരുന്നില്ലേ? ലിറിക്സ് ഒക്കെ പഠിച്ചോ? ഒന്ന് പാടാമോ? രണ്ടുപേരും പാടാം. ഓക്കെ. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടു കുത്തുന്ന ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്, കെട്ടിലമ്മയ്ക്ക് മിണ്ടാട്ടം, കട്ടെടുക്കണ താമ്പൂലം, പുത്തനച്ചി വരും നേരം പൂവിരിക്കേ, ആളൊരുങ്ങ് വെള്ളിത്തേരൊരുങ്ങ്, ആടി മാസക്കി വരുന്നേ. ഓ, അത്രയും പാടി. 2 വരി പറഞ്ഞിട്ട് 6-7 വരി പാടി. ബാക്കിയിട്ടുള്ള അടിപൊളി അടിപൊളി. അപ്പൊ ഒരു 15 വയസ്സുള്ള അലന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളൊരു കൊച്ചലൻ. ആ അലന് അമ്മയടുത്ത് എന്താണ് ആയിരിക്കും പറയാനുള്ളത്? പൈസ കഴിഞ്ഞില്ലേ? വയസ്സ് കഴിഞ്ഞില്ലേന്നോ? ആർക്ക്? അല്ല, 15 വയസ്സ് കഴിഞ്ഞു പോയില്ലേ? അല്ല, ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഒരു കൊച്ചലനാന്ന് വിചാരിക്ക്. എന്തോ അമ്മ അടിക്കോ ചെറുതില്? അമ്മ അടിക്കോ ചെറുതില്? പ്രായത്തിലൊക്കെ തല്ലിയിട്ടുണ്ട്. 17 വയസ്സ് വരെയൊക്കെ തല്ലിയിട്ടുണ്ട്. അപ്പൻ ഓക്കെ, അടിച്ച് വളർത്തി മിടുക്കനാക്കിയല്ലേ? ഓക്കെ. ഇപ്പൊ 15 വയസ്സുള്ള അലൻ വളർന്നു കേട്ടോ. ഓക്കെ. ഇപ്പൊ അലൻ ചെയ്യുന്ന കണ്ടന്റിൽ അലന്റെ ഫേവറേറ്റ് കണ്ടന്റ് ഏതാ ചെയ്തിട്ടുള്ളതില്? ദിലീപേട്ടൻ്റെ പരമശിവ വരിക, ആ ഒരു റീല് കട്ടുറുമ്പിൻ്റെ പോലെ തന്നെ അതിന് മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇപ്പം ചില ആൾക്കാർ പേര് ഞാൻ പറയാനുള്ള, അവർ പറഞ്ഞു പഠിപ്പിച്ച് തന്നിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ചില പേര് ഞാൻ പറയുന്ന ഒരാളുടെ. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ചേച്ചിക്കാണെങ്കിലും ഒരു വാക്ക് ചേച്ചിയുടെ വായിരുന്നു വരുന്നത് നമ്മുടെ ഒരു ഇതല്ലേ, മനസ്സിലായി? ചേച്ചിയുടെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ചേച്ചിയല്ലേ ചോദിക്കുന്നത്, അല്ലാതെ വേറെ എന്നെയാണോ ചേച്ചി വിളിച്ചത്? ഞാൻ ചേച്ചിയല്ല കേട്ടോ. എല്ലാരും ചിരിക്കുന്നു. എനിക്കോ? ഞാൻ 2002. അപ്പോൾ പരമശിവം എന്ന് പറഞ്ഞ ഒരുപാട് പേര് എന്നെ വിളിക്കുമായിരുന്നു. ആ റീല് ഭയങ്കര 8 മില്യനായിട്ടൊക്കെ അറിയിരുന്നു. അത് മറ്റുള്ളവരുടെ കൂടെ അഭിനയിച്ച ഒരാളുടെ മാത്രം ഇതല്ല, അതിൽ എൻ്റെ പേര് ഉപയോഗിച്ചാണ് അത് മാർക്കറ്റ് ആയത്. അല്ലാണ്ട് മറ്റുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല, അറിയാല്ല ആരാണ് എന്താന്ന്. അപ്പോൾ ഇതിലൂടെ പുള്ളിയുടെ പേര് എനിക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അത് പോയത്. അതിപ്പോൾ എനിക്ക് ആ പറയുന്നതിൽ ചാടിയാണെന്ന് പ്രശ്നമില്ല. പക്ഷെ ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്തിരുന്നില്ലെങ്കിൽ ആ പേര് വരില്ലായിരുന്നു. പക്ഷെ പരമശിവം എന്ന് വിളിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം റൺവേ എന്ന് പറഞ്ഞ സിനിമയിൽ ജോയ് സാറ് ദിലീപേട്ടനെ വെച്ച്, ജോയ് സാർ ആദ്യം റൺവേ ചെയ്യാമെന്ന് ചോദിച്ചാൽ മമ്മൂക്ക വെച്ചിട്ടാണ്. മമ്മൂക്ക ഡേറ്റ് കൊടുത്തില്ല, ദിലീപേട്ടൻ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, എന്നാലും ദിലീപേട്ടൻ്റെ ആ ഒരു കരിയർ ബസ് സിനിമയായിരുന്നു. ഇപ്പോഴും മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും ആ ഒരു കഥാപാത്രത്തിൻ്റെ റീല് റീക്രിയേഷൻ ചെയ്യപ്പോൾ അതിൽ പഠിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ആ നെയിം വിളിക്കുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയാറുണ്ടല്ലോ അലൻ ജോസ് പെരേരനെ. അപ്പൊ ആ ഒരു വേർഡ് അലൻ ജോസിനെ വിളിക്കുന്നതിൽ എന്താ തോന്നുന്നത്? അതില് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? തെറ്റാട്ടോ തോന്നുന്നു. കാരണം അതൊരു കളിയാക്കൽ പോലെ തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവർ റീലൊക്കെ പ്രശ്നമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ സൂപ്പർ സ്റ്റാർ, പിന്നെ ചില കമൻസിൽ ജനപ്രിയ നായകൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചില എന്താ പറയുക, നമ്മളൊരു കണ്ടന്റ് മേക്കറാണല്ലോ. അപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിമിലെ ടൈറ്റിൽ കാർഡ് വരെ വെക്കുമ്പോൾ ഇപ്പോൾ ഈ നേരത്തെ കളിയാക്കൽ പറഞ്ഞ പോലെ സൂപ്പർ എൻ്റെ റീസിൽ ഇറങ്ങിയിരിക്കുന്ന സോഫിയ ടീച്ചറിൽ വെച്ചിരുന്ന ടൈറ്റിൽ കാർഡിൽ സൂപ്പർ സ്റ്റാർ AJP. അപ്പം അതൊക്കെ ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കാൻ വേണ്ടി ആ കളിയാക്കൽ വിളിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ആ പേര് നമ്മൾ ഏറ്റെടുത്ത് ഇട്ടു എന്ന് മാത്രം. പിന്നെ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിംസിലൊക്കെ ടൈറ്റിൽ കാർഡിൽ ജനപ്രിയ നായകൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ആൾക്കാർ ദിലീപേട്ടനല്ലേ ജനപ്രിയ നായകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏതോ ഒരു കമന്റിൽ ജനപ്രിയ നായകൻ എന്നൊരു കമന്റ് ഞാൻ കണ്ടു. അപ്പോൾ ആ കമന്റ് എന്തുകൊണ്ട് എനിക്ക് ടൈറ്റിൽ ആയിക്കൂടാ?
അതാണ് കാരണം ഒരാളുടെ ദിലീപേട്ടന് മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ലല്ലോ. ആ ഒരു വാക്കല്ലേ ഉപയോഗിക്കത്തുള്ളൂ. എന്താ പറയുക, നമ്മളതിനെ പറ്റി നമ്മൾ അതാണെന്നോ ശരിക്കും ഒരു അത് ഇപ്പോൾ ദിലീപേട്ടനെ വിളിക്കുന്നു, അത് മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദവി ഒന്നുമല്ല, ആൾക്കാർ ഒരു പ്രശംസിക്കുന്നൊരു വാക്കല്ലേ. ഈ മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് റിവ്യൂ പറയാറുണ്ടോ? 1-2 പടങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നല്ല റിവ്യൂ നമ്മളെ പറ്റി പറയാ. വലിയ എമൗണ്ട് അല്ല, ഒരു ചെറിയൊരു ട്രാവൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സിനിമകൾ അത് കുറച്ച് റീച്ചെങ്കിലും ആ പടത്തിന് അതിനോട് കിട്ടട്ടെ എന്നോർത്ത് 2-3 പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പെയ്ഡ് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മാലപ്പറ ചേച്ചിക്കൊപ്പം നിന്നിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. ഓക്കെ, ഇങ്ങനെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പേയ്മെന്റ് തരാന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുക. നമ്മളിപ്പോ സിനിമ എന്ന് പറയുന്ന സംഭവം സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ റീലാണെങ്കിലും ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോവുകയാണെങ്കിലും ഒക്കെ എങ്ങനെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? കല്യാണത്തിന് പോകുമ്പോൾ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചിലയിടത്ത് ഇപ്പോൾ എറണാകുളത്ത് ഒരു ഉള്ളേരിയയിൽ 5000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് 1000 രൂപ അഡ്വാൻസ് തന്ന് ബാക്കി പേയ്മെൻറ്റ് തന്നില്ല. അത് തന്നെ നമ്മൾ ചോദിച്ചില്ല, പിന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പൊക്കോളാനും പറഞ്ഞു. അതൊക്കെ ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ്. അപ്പം എന്ത് തോന്നുന്നു, അവിടെയൊക്കെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡായിട്ട് പിടിച്ചു നിൽക്കുന്നത്? ശരിക്കും നമ്മളിങ്ങനെ ഹേർട്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് പെട്ടെന്ന് ഞാനൊക്കെ പെട്ടെന്ന് എനിക്ക് കണ്ണ് നിറയും. എങ്ങനെയാണ് അലൻ ശരിക്കും ആ ആറ്റിറ്റ്യൂഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കയറിയ എപ്പോഴും കയറുകൊണ്ട് നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മേത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രം അതിന് റിയാക്ട് ചെയ്താൽ മതിയല്ലോ. നമ്മളവിടെ വന്നു പോകാൻ പറഞ്ഞപ്പോൾ പോന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി കരയാറാണെങ്കിൽ കറണ്ടിരിക്കാൻ പറ്റുള്ളൂ. പെർമനൻ്റ് ആവും. നല്ല ആൻസറാണ്, കൊള്ളാം. അതുപോലെ തന്നെ ഇപ്പം ആറാട്ടിനെ പറ്റി ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ അഭിലാഷ് അട്ടയം, ആളിനെ പറ്റി എന്താ പറയാനുള്ളത്? ആള് പുള്ളിക്കാരന് ഒരുപാട് മാറാനുണ്ട്. എന്ത് കാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ, സിനിമ എന്നത് ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ട് എൻ്റെയൊക്കെ അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഒരുപാട് പടങ്ങളിൽ നല്ല നല്ല സംഭവങ്ങൾ പണ്ട് ചെയ്തതാണ്. ഈ സ്വാതന്ത്ര്യ ഭദ്രാത്തിയുടെ തമിഴിലൊക്കെ ചെയ്തതാണ് പുള്ളി. എന്നിട്ട് പുള്ളി എസ്റ്റാബ്ലിഷ് ആയിട്ട് നിന്നില്ല എന്ന് പറയണത് അത് ഒന്ന് പുള്ളി തന്നെ തിങ്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പുള്ളി ഒരു പറയുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് റീൽ ചെയ്യുമ്പോൾ പ്രശസ്തിയിലൂടെ സിനിമയിലേക്ക് കയറും. അതൊരിക്കലും നടക്കില്ല. സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവസരം കിട്ടും. പുതുമുഖങ്ങൾ ഒരുപാട് സിനിമ ചെയ്യുന്നത് അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചെറിയ പേയ്മെൻറ്റ് മുതൽ 25,000 മുതൽ 50,000 വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ സിനിമയ്ക്ക് കയറണം. അതുപോലെ പുള്ളിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല നല്ല റോൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അലൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഭാവിയിൽ ചിന്തിക്കാതിരിക്കും. ഓക്കെ, ഇങ്ങനൊരു ഫെയിം ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്താവണം എന്നായിരുന്നു ആഗ്രഹം? ഞാനിപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്കും, അതുകൊണ്ട് അത് ഞാൻ പോകണില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യക്കേടിന് ആ ഒരു രീതിയിലേക്കൊന്നും എനിക്ക് എൻ്റെ ഐഡിയോളജി കാര്യങ്ങളും അതിലേക്ക് എത്തിയില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഡോക്ടറാണോ പൈലറ്റാണോ എന്നൊക്കെ അമ്മമാർക്കും അപ്പന്മാർക്കും ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ എനിക്ക് പോലീസാണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് നടന്നില്ല. പിന്നെ കണ്ടക്ടർ ആവണമെന്നും ഡ്രൈവർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടും. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നു, ഇപ്പം ഞാൻ പണ്ട് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് യൂണിഫോമിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് നല്ല നല്ല പോയിൻ്റാണ്. പക്ഷേ ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല. എവിടെ വർക്ക് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അല്ല വർക്ക് ആണ്, പക്ഷെ ആ ഒരു യൂണിഫോമിനെ കളിയാക്കുന്ന രീതിയിലാണ് കൊച്ചിക്കാരൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടു. പുള്ളിയുടെ എല്ലാ പോസ്റ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷെ യൂണിഫോമിലൊരു പോസ്റ്റ് ഇട്ടിട്ട് കറ പിടിപ്പിച്ചിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ ടീം കേസ് കൊടുത്താൽ കൊടുക്കും. കാരണം ഞാൻ ഭാരത് പെട്രോളിയത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ആണോ? ചേച്ചിക്കറിയാണ്ടിരിക്കും, പക്ഷെ എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഭാരത് പെട്രോളിയത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഓയിലാണ് വർക്ക് ചെയ്തത്. മനസ്സിലായ? പ്രതാപ് എന്ന് പറഞ്ഞ മാനേജറാണ്, പ്രതാപൻ ചേട്ടനാണ് അത് എനിക്ക് ജോലി തന്നത്. 2019 21 വരെ വർക്കുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് കളിയാക്കി ഇടുന്നത് വളരെ നല്ല പരിപാടിയല്ല. കാരണം ഇത്
ഒരുപാട് പേരുടെ കുറിച്ച് എന്താ പറയാ ക്രഷ് എന്ന് പറഞ്ഞ രീതിയിൽ പുള്ളിക്കാരൻ ഇടുന്നുണ്ട്. നമ്മൾ ആ പ്രൊടിക്ക് നിൽക്കാറില്ല. കാരണം നമ്മൾ തിയേറ്ററിൽ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ട് പണ്ട് ചില രീതിയിലൊക്കെ പോലീസുകാരൊക്കെ പ്രതീക്ഷിച്ചു വിട്ടതാണ്. അപ്പൊ എന്തൊക്കെ തൊഴിലാണ് AJP കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട്, ചെരുപ്പടയിൽ പോയിട്ടുണ്ട്, പിന്നെ ലോക്കിൻ്റെ കടയിൽ പോയിട്ടുണ്ട്, ഈ വാതിലിൻ്റെയൊക്കെ ജനലിൻ്റെയൊക്കെ ലോക്കില്ലേ. അപ്പോൾ അതവിടെയൊക്കെ ജോലി എടുത്തിട്ട് പാർട്ട് ടൈം ആയിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ എനിക്ക് തന്നെ അതിൻ്റെ വർക്ക് ചെയ്തിട്ട് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടായപ്പോൾ നമ്മൾ യാദൃശ്യമാണ് നിർത്തിയ പരിപാടിയാണ്. നിർത്തിയ പരിപാടിയിലേക്ക് കൊച്ചിക്കാരനൊക്കെ പറയണത് അങ്ങോട്ട് പോകും. അവൻ പറയണ അവന് മറുപടി കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ പേരൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മീൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചോ എന്ന് പറഞ്ഞ പോലെയാണ് അവൻ പറയണം, പമ്പിലേക്ക് പൊക്കോ, ജോലിക്ക് പൊക്കോ. കാരണം എനിക്ക് നഷ്ടമുണ്ടായത് കാശ് നോക്കിക്കഴിഞ്ഞാൽ എത്ര 10-20,000 ക്യാഷ് പെട്രോൾ പമ്പിൽ എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് പണിയെടുത്തിട്ട്. മനസ്സിലായി. ബാഗ് ഡ്യൂട്ടിയൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും പല എമൗണ്ടും കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ ഏൽപ്പിക്കണം. കാരണം ആ ഒരു റിസ്കി എലമെൻസാണ്. അവൻ പോയി ജോലി എടുക്കട്ടെ, അവന് വേണമെങ്കിൽ ഞാൻ ജോലി മേടിച്ച് കൊടുക്കാം. അവിടെ അവന് താല്പര്യമുണ്ടേ. കാരണം പണിക്ക് പോകണില്ല എന്നോട് ചോദിക്കുന്നപ്പോൾ ഓട്ടോ ഓടിക്കുന്നത് കാണുന്നില്ലെന്നാണ് പറയണം. മനസ്സിലായി. അപ്പോൾ ഓട്ടോ ഓടിക്കുന്നവർ ഓട്ടോ ഓടിച്ച് ജീവിക്കട്ടെ. അലൻ പോകുന്ന അല്ലെങ്കിൽ അലന് ഏറ്റവും ഇഷ്ടമുള്ള കൊച്ചിയിലെ 5 ഫുഡ് സ്പോട്ട്? 5 പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറഞ്ഞോ. പറയാം. അവിടത്തെ എന്താ ഇഷ്ടം കൂടെ പറയട്ടോ. ഞാൻ മിക്കപ്പോഴും കഴിക്കാറുള്ളത് നമ്മുടെ ദിലീപേട്ടൻ്റെ ദേപുട്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് കഴിക്കാറുണ്ട്. അവിടുത്തെ സുന്ദരത്തിൽ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ബ്ലാക്ക് ടീ കഴിക്കാറുണ്ട്, പപ്പടം, സോഫ്റ്റ് ഫുഡ്, ബീഫ് കറി, ഇഷ്ടോഹാര. വേറൊരു സ്പോട്ട് എംപയർ പ്ലാസ, അവിടെ നിന്നൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. കാരണം അത് പറയുമ്പോൾ അത് ക്ലാസ് ഹോട്ടലാന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോക്കറ്റിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 500 രൂപ ഉണ്ടെങ്കിലും അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റും. ആരും പിടിച്ച് തിന്നുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ കഴിക്കാറ്. പിന്നെ ഞാൻ കഴിക്കാറുള്ളത് ഓർക്കില്ല. പോട്ടെ, അമ്മ ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഫുഡ് ഏതാ? അമ്മ ഉണ്ടാക്കുന്നത് പരിപ്പ് കറി എന്തോ. പരിപ്പ് കറിയാണ്. ചോറും ചപ്പാത്തി പരിപ്പ് കറി. അങ്ങനെയാണെങ്കിൽ അലൻ്റെ ഫേവറേറ്റ് ആക്ടർ ആരാ? ഫേവറേറ്റ് ആക്ടർ 2 പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദിലീപേട്ടനാണ്. പക്ഷെ എന്നാലും ലാൽ സാറിനെ ഇഷ്ടം, ലാലേട്ടനെ ഇഷ്ടം. ഓക്കെ. ആക്ട്രസ് നവ്യ നായർ. നവ്യ നായറിന്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ ബേബി നയൻതാര. നയൻതാരൻ. ഓക്കെ, ബേബി നയൻതാര. ബേബി നയൻതാര. മറ്റേ ആ കുട്ടി ഇപ്പം അഭിനയിക്കുന്നില്ലല്ലോ. അനിക സുരേന്ദ്രൻ. അനിക സുരേന്ദ്രനാണ് ഇപ്പം ഇഷ്ടം. ഓക്കെ. ഫേവറേറ്റ് സിനിമ ജോ ആൻഡ് ജോ. ഓക്കെ. ഫേവറേറ്റ് പ്ലേസ് തിരുവനന്തപുരത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഓർക്കുന്നില്ല, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തിൻ്റെ അവാർഡാ? സ്നേഹാദരവ്. ഓക്കെ. ഞാൻ കുറച്ച് മൂവീസ് ചോദിക്കാം. അത് മോസ്റ്റ്ലി അല്ല, എല്ലാം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും സിനിമകളാണ്. അപ്പോൾ അതെങ്കിൽ ചൂസ് ചെയ്യണം. ഓക്കെ. കണ്ണൂർ സ്ക്വാഡ് ഓർ ലൂസിഫർ ഓർ റോഷാക്ക്? ലൂസിഫർ ഓർ ഭാസ്കർ ദ റാസ്കൽ? ലൂസിഫർ ഓർ കളങ്കാവൽ? ലൂസിഫർ ഫാനാ? ലൂസിഫർ ഓർ ഭീഷ്മപർവം? ലൂസിഫർ വിന്നായിരിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ലാലേട്ടൻ ഫാനാന്ന് തെളിയിച്ചു. ഓക്കെ. അലൻ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഈ ഒരു റോള് ഞാൻ ചെയ്താൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ ആലോചിച്ച ഒരു റോൾ ഏതായിരിക്കും? ദിലീപേട്ടൻ്റെ റോള്. അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒരു പരിപാടി ഷോർട്ട് ഫിലിമെങ്കിലും ഞാനത് പ്ലാൻ ആക്കുന്നുണ്ട്, ആ ഒരു കെയർ ടേക്കറായിട്ട്. ഓക്കെ. അത് പറ്റുന്നൊരു പരിപാടിയാണല്ലോ, അങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക്. സിനിമയിലുള്ള ഒരു ആക്ടറിനെ നേരിട്ട് കണ്ടപ്പോൾ ഇയാൾ ഇത്ര പാവാണോ, ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആണല്ലോ എന്ന് തോന്നിയത് അത് ആരെ കണ്ടപ്പോഴാണ്? ജനപ്രിയ നായകൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടു. ഒരു 5 വട്ടം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സത്യനാഥൻ എന്ന സിനിമയിൽ, വോയിസ് ഓഫ് സത്യനാഥൻ പടത്തിൽ ഒരു പുതുമകളായിട്ടുള്ള 70 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. അന്ന് മുതൽ ദിലീപേട്ടനെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്തും പോയി. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സസ്മേറ്റ് കണ്ടു. അങ്ങനെ 5-6 വട്ടം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ദിലീപേട്ടനെ. ഓക്കെ. ദിലീപേട്ടനെ കണ്ടപ്പോൾ ദിലീപേട്ടൻ ഇത്ര പാവാണ്, ഡൗൺ ടു എർത്ത് ആണെന്ന് എങ്ങനെയാണ് അലന് ഫീൽ ചെയ്തേ? സംസാരിച്ചിരുന്നോ? ഞാനായിട്ടിങ്ങനെ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചത് ആരാട്ടണ്ണനാ ഡേബുട്ടി വന്നപ്പോളേ.
പുള്ളി എനിക്ക് വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ചു, പെരേര ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് തലവര ഉണ്ടെങ്കിൽ ആയിരിക്കും ദിലീപേട്ടൻ്റെ ഒരു ഉത്തരം പറഞ്ഞു. കാരണം വേറെ ആരാണെങ്കിലും പറ്റില്ല എന്ന് പറയുന്ന ഒരു ശൈലിയിൽ നിന്ന് അവൻ്റെ സമയം ആയിട്ടുണ്ടെങ്കിൽ ആയിരിക്കും എന്നാണ് തലവര എന്ന് പറയുമ്പോൾ അല്ലേ, കറക്റ്റല്ലേ? ഒരു പുള്ളി ഒരു എന്താ പറയുക 40 വർഷം മുന്നേ ഉള്ള ഒരു ദിലീപിൻ്റെ വളർച്ച അറിയാമല്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, പിന്നെ നായകനായി, ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്നു, പിന്നെ നായകനായി. അത് ഒരു എഫേർട്ടാണല്ലോ. ഇപ്പം ഇന്നത്തെ വിഷയങ്ങളൊക്കെ വിട്ടിരുന്നാലും എന്നും ജനപ്രിയനായകൻ പുള്ളി തന്നെയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ നടന്മാരുടെയും നടിമാരുടെയും ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളാന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഇങ്ങനെ അവരുടെ ജേണി ഒക്കെ അല്ലാതെ അറിയാൻ തോന്നുന്നു. അവരുടെ ജേണി, അവർ വന്നത്, അവരെങ്ങനെയായിരുന്നു സിനിമയിൽ വന്നത്, എന്ത് പൊസിഷനിലായിരുന്നു അവർ വർക്ക് ചെയ്തത് ഒക്കെ അറിയാൻ തോന്നുന്നു. അതെ, ദിലീപേട്ടനൊക്കെ പണ്ട് ഒരു നടിക്ക് മോട്ടറിൽ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ വാട്ടർ ടാങ്കിന്റെ മേളിൽ നിന്ന് വെള്ളം അടിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട കഥയാണ് അതൊക്കെ. കേട്ടത് ഇന്റർവ്യൂവിൽ തന്നെ കേട്ടതാ. പറഞ്ഞത് കറക്റ്റാ. മൊത്തം ഇരുന്ന് കാണാറില്ല, പക്ഷെ കട്ടിങ്സ് ഞാൻ കാണാറുണ്ട്. കാരണം രാത്രികളിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തും രാവിലെ ആണെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇമോഷണൽ ഡയലോഗൊക്കെ ദിലീപേട്ടൻ പറയുമ്പോൾ അത് ഹെർട്ട് ചെയ്യാറുണ്ട്. മനസ്സിലായോ? നമ്മളാരും ദ്രോഹിക്കരുത് എന്നൊക്കെ പറയണം. ചില ആൾക്കാരോട് അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മളാരും ദ്രോഹിക്കരുത്, നമ്മൾ ആരുടെയും പേരെടുത്ത് പറയണില്ല, പക്ഷെ നമ്മളെ പരസ്പരം കുറ്റം പറയാണ്ടിരിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് പ്രൊജക്റ്റ് ഉണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ സിനിമയിൽ? സിനിമ അങ്ങനെ പറയുന്നില്ല. പ്രൊജക്റ്റ് ഉണ്ട്, എന്നാലും ഞാനതിപ്പോൾ തൽക്കാലം പറയണില്ല. 1-2 പ്രൊജക്റ്റൊക്കെ വന്നിട്ടുണ്ട്. അത് വർക്കാകുമ്പോൾ പറഞ്ഞാൽ മതിയല്ല. പിന്നെ ഇറങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിനെ പറ്റി പറയാം. ഗുലാം തട്ടുകട എന്ന് പറഞ്ഞ പേര്. അതൊരു സെപ്റ്റംബറോടെ തന്നെ തിയേറ്ററിൽ എത്തും എന്നാണ് എൻ്റെ ഒരു സ്വപ്നമല്ല, ഒരു പ്രതീക്ഷ. അതിൻ്റെ അണിയറപ്പുറത്തിനോട് പറഞ്ഞ രീതിയിൽ ഓണം കഴിയുമ്പോൾ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ഡയലോഗുണ്ട്. അതിൽ എൻ്റെ കൂടെയുള്ള മിക്ക ഗ്യാങ്ങിലെ ആൾക്കാരും ഉണ്ട് അതിലും. അതും ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന പരിപാടിയാണ്. അസ്വസ്ഥമൊന്നുമില്ല, എന്നാലും അന്നത്തെ ദിവസം റിവ്യൂവിലൊക്കെ അല്ല, തിയേറ്ററിൽ വരികയാണെങ്കിൽ ശല്യപ്പെടുത്തുന്നത് നല്ലത്. കാരണം നമ്മളാരും ഉപദ്രവിക്കുന്നില്ല. അവരവിടെ റോളുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അതിൽ എല്ലാവർക്കും ഡയലോഗില്ല ആ പടത്തിൽ. ചില കൊച്ചിക്കാരന്മാർക്ക്, മാഹിൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഡയലോഗ് അങ്ങനെ ഇല്ല. മനസ്സിലായോ? വന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമ വരുമ്പോൾ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുക, കൂടെ അഭിനയിച്ച എന്നെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക. എൻ്റെ അഭിനയം കൊള്ളില്ല, അത് പോരാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും അവർക്ക് തന്നെ നാശമാവുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അഭിനയിച്ച ആരാണെങ്കിലും അലൻ ജോസ് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം എന്നെ ഡയറക്ടറാണല്ലോ സിനിമയിൽ ചാൻസ് തരുന്നത്, അല്ലാണ്ട് കൂടെ നടക്കുന്ന ഈ ബോഡി ഗാർഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം ഞാൻ അവരെ കളിയാക്കിയതല്ല, എന്നാലും ഞാൻ പറയണതാണ്. കാരണം നമ്മുടെ പേരെടുത്ത് അലൻ ജോസ് പെരേര പോരാ, അത്ര ശരിയാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിയാകാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തു നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിനകത്ത് ഒരു ചെറിയ ഡയലോഗ് പോർഷനിൽ വന്നു ചെയ്തു. ഒരു ദിവസം പോലും അതിൻ്റെ ഷൂട്ട് ഉണ്ടായില്ല. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു 2 മണിക്കൂർ താഴെ ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ചെറിയൊരു രംഗമാണ്. അപ്പോൾ അത് ചെയ്ത് പറ്റിയിട്ടുണ്ട്. അത് ഇനി തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ കാണട്ടെ. അപ്പോൾ ഇനിയും സിനിമയിലെ ആൾക്കാർ വിളിക്കട്ടെ. ഈ ആൾക്കാരൊക്കെ കളിയാക്കിയാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ. കാരണം അലൻ്റെ ജീവിതമാർഗം ഇപ്പം ഇത് തന്നെയാണ് അല്ലേ? ജീവിതമാർഗം, പൈസ ഉണ്ടാക്കുന്നതും ഇത് തന്നെയാണ്. സിനിമയെന്നല്ല, സിനിമയെന്നല്ലെങ്കിൽ പോലും സിനിമ കാരണമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ കാരണം സിനിമ ഉണ്ടായത് കൊണ്ടാണല്ലോ സിനിമയുടെ റിവ്യൂ പറഞ്ഞത്. റിവ്യൂ പറഞ്ഞുകൊണ്ടാണല്ലോ 10 പേര് അറിഞ്ഞത്. അപ്പം അതൊരു സിനിമ കാരണമാണ് എന്ന് തന്നെ പറയാം. ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ ക്രിസ്റ്റഫർ എന്ന പടത്തിലാണ് ഫസ്റ്റ് റിവ്യൂ തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുറേയൊക്കെ കാര്യങ്ങളിൽ ഗ്യാങ് സെറ്റ് കൂടാൻ പാടില്ലായിരുന്നു. ആർട്ടറിന്റെ കൂടി കുഴപ്പമില്ല, ബാക്കിയുള്ള ഗ്യാങ്ങിനെ കൂടിയത് എനിക്ക് തന്നെ വിനയായിട്ടുണ്ട് പലപ്പോഴും. അത് കുഴപ്പമില്ല, അതൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോ എന്റെ ഏജ് ഓഫ് ആൾക്കാരെ കൂടെ ഞാൻ അഭിനയിക്കുള്ളൂ. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിലും മറ്റവൻ പറഞ്ഞ പോലെ പ്രായം കൂടിയവരുടെ കൂടെ മാത്രമേ അഭിനയിക്കൂ എന്ന് ചോദിച്ച പോലെ ഇനി അങ്ങനെ പ്രായം കൂടിയവരുടെ കൂടെ മാത്രമല്ല, പ്രായം കൂടിയവരുടെ കൂടെയും കുറഞ്ഞവരുടെ അഭിനയിക്കും. സെയിം പ്രായക്കാരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. ഇതേപോലെ കണ്ടന്റ് ഒക്കെ പിന്നെയും ചെയ്ത് ഇൻകം ഉണ്ടാക്കി സ്വന്തം കാര്യമൊക്കെ നല്ല രീതിയിൽ നോക്കി പോകാൻ പറ്റട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.